നമസ്കാരം. ഉരുൾപൊട്ടൽ നാശം വിതച്ച വയനാട്ടിൽ ആശ്വാസം പകരാനായി നടൻ മോഹൻലാൽ സൈന്യത്തിൽ ലഫ്റ്റനന്റ് കേണൽ കൂടിയായ അദ്ദേഹം ജോലിയുടെ ഭാഗമായി കൂടിയാണ് ദുരന്ത മേഖലകൾ സന്ദർശിച്ചത്. ശനിയാഴ്ച രാവിലെ കോഴിക്കോട്ട് നിന്ന് റോഡ് മാർഗം വയനാട്ടിലെത്തിയ മോഹൻലാൽ ആദ്യം മേപ്പാടിയിലെ സൈന്യത്തിന്റെ ബേസ് ക്യാമ്പിലാണ് എത്തിയത്. സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷം അദ്ദേഹം ഉരുൾപൊട്ടിയ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം മേഖലകളിലേക്ക് തിരിക്കുകയായിരുന്നു. വയനാട് ഉരുൾപൊട്ടലിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് 3 കോടി നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാതാപിതാക്കളുടെ പേരിൽ മോഹൻലാൽ സ്ഥാപിച്ച വിശ്വശാന്തി ഫൗണ്ടേഷനാണ് സംഭാവന നൽകുന്നത്. ഉരുൾപൊട്ടലിൽ നശിച്ച മുണ്ടക്കൈ LP സ്കൂൾ പുതുക്കി പണിയുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ നാടുമായി എനിക്ക് അടുത്ത ബന്ധമുണ്ട്. പണ്ട് ഇവിടെ ഞങ്ങൾക്കൊരു സ്ഥലമുണ്ടായിരുന്നു. ഏറ്റവും സങ്കടകരമായ കാഴ്ചയാണ് കുറച്ച് ദിവസങ്ങളായി കാണുന്നത്. ഒരുപാട് പേർക്ക് ഉറ്റവരെയും ഉടയവരെയും വീടും ഭൂമിയും എല്ലാം നഷ്ടപ്പെട്ടു. ആർമിയും പോലീസും ദുരിതാശ്വാസ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ആരോഗ്യ പ്രവർത്തകരും ജനങ്ങളും എന്തിന് ഒരു കല്ലെടുത്ത് മാറ്റിവെച്ച കുട്ടി പോലും നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങൾ കയ്യടി അർഹിക്കുന്നു. ഞാൻ ഉൾപ്പെടുന്ന മദ്രാസ് ബറ്റാലിയൻ ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ഒരുപാട് പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. മുകളിൽ പോയി കാണുമ്പോഴാണ് വ്യാപ്തി മനസ്സിലാക്കുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണിത്. നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു നൽകാനാകില്ല. എന്നിരുന്നാലും വിശ്വശാന്തി ഫൗണ്ടേഷൻ 3 കോടി രൂപ ഇപ്പോൾ നൽകാൻ ഉദ്ദേശിക്കുന്നുവെന്ന് മോഹൻലാൽ പറഞ്ഞു. മുണ്ടക്കൈ സ്കൂള് പുതുക്കി പണിയുമെന്ന് വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ഭാരവാഹികളിൽ ഒരാളായ സംവിധായകൻ മേജർ രവി പറഞ്ഞിരുന്നു. നേരിന്റെ വാർത്തകൾ അറിയാൻ സാക് ന്യൂസ് കാണുക. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.